ഹായ് മച്ചന്മാരെ, നമ്മുടെ ബിഗ് ബോസിലെ ടാസ്ക് അറിയാലോ, മാരത്തോൺ ഡാൻസ് ആയിരുന്നു എല്ലാവരും കൂടി. സംഭവം പൊളിയാറുണ്ട്, എല്ലാവരും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്ന് ബിഗ് ബോസ് ഒരു 8ന്റെ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിലെ കിച്ചണിലെ ഗ്യാസ് ഓഫ് ചെയ്ത് കളഞ്ഞ്, പിന്നെ ബാത്റൂം ഓപ്പൺ ആക്കൂല, അതേപോലെ തന്നെ വെള്ളവും കൊടുക്കൂല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ. നിങ്ങൾക്കത് ഈ പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രൊമോ കണ്ടിട്ടാണ് പറയാൻ വേണ്ടി. അപ്പോൾ അത് പ്രൊമോ കാണും. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഗ്യാസ് വാട്ടർ കണക്ഷനുകളും ടോയ്ലറ്റ് പ്രവേശനവും ഞാൻ നിഷേധിക്കുന്നു. അവ തിരിച്ചെടുക്കാം. അപ്പൊ ഇതാണ് പ്രൊമോ. ഇന്ന് നടന്ന ലൈവിലെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാല് ബിഗ് ബോസ് ഒരു 3 സൈക്കിൾ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈക്കിളിൽ പേര് ചെയ്തിട്ടുണ്ട്. അത് ഗ്യാസ്, വാട്ടർ, ബാത്റൂം എന്ന സൈക്കിളിൽ തന്നെ ഒരു നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് എന്താണ് വേണ്ടത് ആ സമയത്ത് പോയിട്ട് സൈക്കിള് ഒരാൾ ചവിട്ടിക്കൊണ്ട് നിൽക്കണം. ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂം എന്നുള്ള നെയിമുള്ള ആ സൈക്കിള് ഇങ്ങനെ ഒരാൾ ചവിട്ടിക്കൊണ്ടിരിക്കാൻ നേരത്താണ് ബാത്റൂം ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കേസും ഗ്യാസിൻ്റെ കേസും അവർ 8ന്റെ പണിയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത്. ഇപ്പോൾ കിച്ചണിൽ വെള്ളം വേണമെങ്കിൽ തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു നെയിം ചെയ്തൊരു സൈക്കിൾ ഇരിപ്പുണ്ട്. ആ സൈക്കിളിൽ കയറി ഒരാൾ അവിടെ ഇരുന്ന് ചവിട്ടിക്കൂടി ഇരിക്കണം. അപ്പോൾ എത്ര നേരം വെള്ളം വേണം അത്ര നേരം ചവിട്ടണം. ബാത്റൂമിൽ ഒരുപാട് നേരം പോകാണ്ടെങ്കിൽ അത്രയും നേരം ഇരുന്ന് ബാത്റൂമിൽ എത്തിയ സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 8ന്റെ പണിയാണ് 7ന്റെ എപ്പിസോഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ലാത്ത ടാസ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഡാൻസും കാര്യങ്ങളെല്ലാം എല്ലാവരും അവരവരുടെ ക്യാരക്ടർ പക്കായിട്ട് ചെയ്ത്, പിന്നെ ഉണ്ടായ വിഷയം എന്ന് വെച്ചാൽ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. എന്താ പറഞ്ഞാൽ അവരുടെ കയ്യിൽ എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ടാവുന്നല്ല, ഓരോരുത്തർക്കും ഒരേ കിറ്റിൽ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഗോൾഡ് കോയിൻ ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് വന്ന് പറയും. ആ സമയത്ത് വേണം ഓരോരുത്തരുടെ എങ്ങനെയായിരുന്നു ഡാൻസ്, വേഷം, ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയോ എന്നറിയാൻ വേണ്ടിയൊക്കെ ഉള്ള സംഭവമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഗോൾഡ് കോയിൻ കൊടുക്കണം. പിന്നെ ഇതിൽ ഏറ്റവും ടാസ്ക് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ കിട്ടുന്നവർക്ക് ബിഗ് ബോസ് അത് പുറത്ത് പറഞ്ഞിട്ടില്ല, എക്സ്ട്രാ പവർ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് നോമിനേഷനിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ നേരിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടാ. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർക്കാണ് ആ പവർ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മത്സരാർത്ഥികൾ മാക്സിമം അവർ അഭിനയിച്ച് തകർത്ത് ഡാൻസ് ഒക്കെ കളിച്ചാൽ ഗോൾഡ് കോയിൻ കൂടുതൽ കിട്ടാറുണ്ട്. ആ സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ അനീഷുണ്ട്. അനീഷ് ജോക്കറായിട്ടായിരുന്നല്ല. അനീഷ് പറയുകയും ചെയ്ത് എനിക്ക് അഭിനയിക്കാമെന്നൊക്കെ എൻട്രി കിട്ടുള്ളൂ. എല്ലാ ടാസ്ക് കൊടുക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ അനീഷാണ് ആദ്യം വന്ന് നിന്നത്. അനീഷിന് എല്ലാവരും ഓരോ ഗോൾഡ് കോയിനൊക്കെ കൊടുത്തെങ്കിലും നമ്മുടെ ഷാനവാസ് ഒന്നും കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു അത് ഇവർ തമ്മിൽ രാവിലെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിലാക്കി ഷാനവാസ് ഗോൾഡ് കോയിൻ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അനീഷാന് ശരി നല്ലൊരു വിഷമമായിട്ടുണ്ടായിരുന്നു. ഗോൾഡ് കോയിൻ കൊടുക്കാതിരിക്കാൻ അനീഷ് നല്ലൊരു വിഷമമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് അനീഷിന് കൊടുത്തില്ലല്ലോ. പക്ഷെ ഷാനവാസ് മുള്ളംകൊല്ലി വേലായുധൻ ഓക്കെ അതിനാ വിട്ടുപോയി. അതാണ്. അപ്പോൾ ഷാനവാസും കുഴപ്പമില്ലാത്ത രീതിയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്താണ്. അപ്പോൾ എല്ലാവരും ഗോൾഡ് കോയിൻ കൊടുത്തെങ്കിലും അനീഷും വന്ന് കൊടുത്തിട്ട. അനീഷിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതേപോലത്തെ രീതിയിൽ തന്നെ ഷാനവാസ് ചെയ്യുകയും ചെയ്തു. അനീഷ് കൊടുത്തില്ലെങ്കിൽ അത് പകരത്തിന് പകരം എന്നുള്ളൊരു ചോദ്യം അവിടെ എല്ലാവരും ചോദിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അനീഷ് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ എല്ലാ വിഷയം ഉണ്ടായത് അവസാനം അനീഷ് നമ്മുടെ ഷാനവാസായിട്ട് ചെറിയൊരു ക്ലാഷ് അവിടെ വന്നു. എന്ന് പറഞ്ഞാൽ അനീഷ് പറഞ്ഞു ഞാൻ അത്രയും നല്ല പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ജോക്കർ പോലെ 2 ദിവസത്തോളം ജോക്കറിൻ്റെ മേക്കപ്പ് ഇട്ട് നിന്ന്, എന്നിട്ട് പോലെ ഒരു കോയിൻ ഷാനവാസ് തന്നില്ല. അത് ഗ്രൂപ്പ് കളിയാണ് എന്നുള്ള രീതിയിൽ അനീഷ് ഭയങ്കര വൈകാരികമായിട്ട് തന്നെ അനീഷ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. അനീഷ് എടുത്തു പറഞ്ഞതിൽ ഇത് ഗ്രൂപ്പ് കളിയാണ്,
നീയും നിന്റെ പെങ്ങളുകുട്ടിയും എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ പറഞ്ഞ് നീയും നിന്റെ പെങ്ങളുകുട്ടി എന്ന് പറഞ്ഞാൽ അതിലെ നൂറൊക്കെ ആയിട്ട് ഗ്രൂപ്പ് കളിച്ചിട്ടാണ് എനിക്ക് കോയിൻ തന്നില്ല എന്നൊക്കെ പറഞ്ഞ അനീഷ് ഭയങ്കര വിപ്ലവം കണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നി. കാരണം അനീഷിന് കൊടുക്കായിരുന്നു. കാരണം ആദിലേം കൊടുത്തില്ല, ഷാനവാസും കൊടുത്തില്ല, അനീഷിന് കൊടുത്തില്ല. ഏകദേശം അനീഷിന് 8 കോയിൻ എന്താ കിട്ടിയുള്ളൂ. അനീഷ് മാക്സിമം നോക്കിയായിരുന്നു. കാരണം ഡാൻസ് അറിയാൻ പറ്റില്ല, ഓക്കെ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഒരു ജോക്കർ എങ്ങനെ പെരുമാറുന്ന ആ രീതിയിൽ തന്നെ അനീഷൊക്കെ പെരുമാറിയത്. ഷാനവാസിൻ്റെ കയ്യിൽ നിന്നൊരു ഫോൾട്ടാണ് ഇന്നുണ്ടായത്. പിന്നെ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് ഞാൻ പറയാല്ല, ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് നമ്മുടെ മായാമോഹിനിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന ആര്യനാണ് കേട്ടോ. കാരണം ഞാൻ അത് ഇന്നും വാച്ച് ചെയ്തതോടെ എനിക്ക് തോന്നി. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ ആര്യനായി ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെർഫോം ചെയ്തു. ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ കിട്ടിയത് ആര്യൻ തന്നെയാണ്. പിന്നെ ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ച് എക്സ്ട്രാ ഒരു പവറാണ് കൊടുക്കാൻ പോകുന്നത് ആര്യന് കിട്ടുന്നത്. എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല, അത് പിന്നീടായിരിക്കും വെളിപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന്. അപ്പോൾ ആര്യൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ നവീൻ അങ്ങനെ ആയിരിക്കും വലുതായിട്ട് കോയിൻ കൊടുക്കാൻ തയ്യാറായില്ല. എന്താണെന്നല്ല, കാരണം നവീൻ വെറുതെ ഒരു അവിടെ എല്ലാവരും കോയിൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഞാൻ ഈ ഏരിയയിലല്ല, ഞാൻ ഈ നാട്ടിലൊന്നല്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ഇരുന്നത്. പലരും കോയിനെ കൊടുത്തിന് 2 പേര്